ഹല്ലേലൂയ. കർത്തൃനാമം വാഴ്ത്തപ്പെടട്ടെ. ക്രിസ്തുവിൽ ഒരിക്കൽ കൂടെ ഏവർക്കും സ്നേഹവന്ദനം. 127 സങ്കീർത്തനത്തിന്റെ 3-4 വാക്യങ്ങളിൽ സങ്കീർത്തനക്കാരൻ പാടുന്നു, മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ. വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ. ഇവിടെ ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തെ കുറിച്ച്, പ്രത്യേകിച്ച് 127, 128 സങ്കീർത്തനങ്ങളിൽ ഒരു ഭക്തന്റെ കുടുംബത്തെക്കുറിച്ചും മക്കളെക്കുറിച്ചും ഒക്കെ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുകയാണ്. അവന്റെ ഭാര്യ എങ്ങനെയാണ്, അവന്റെ മക്കൾ എങ്ങനെയാണ്, അവന്റെ കുടുംബത്തിന്റെ അവസ്ഥ എങ്ങനെയാണ്, ഇതെല്ലാം നമുക്ക് ഈ സങ്കീർത്തനത്തിൽ വ്യക്തമായി കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ പറഞ്ഞത് മക്കളെ കുറിച്ചാണ്. വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാണ് യൗവനത്തിലെ മക്കൾ. ആ മക്കൾ ദൈവം നൽകുന്ന അവകാശമാണ്, അല്ലെങ്കിൽ ഉദരഫലം ദൈവം നൽകുന്ന പ്രതിഫലമാണ്. എന്നാൽ ഈ മക്കൾ ഒരസ്ത്രമാണ്. നമുക്കറിയാം, ഒരസ്ത്രം അത് സൂക്ഷിച്ച് ചെയ്തു വിടേണ്ടതാണ്. അതല്ല എങ്കിൽ ഗുണത്തെക്കാൾ ഉപരി വലിയ ദോഷത്തിന് അത് കാരണമായി തീരും. ഈ അടുത്ത നാളുകളിൽ അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷനും മെഡിക്കൽ ബോർഡും ചേർന്ന് നടത്തിയ അവിടുത്തെ സർവേയില് ഏതാണ്ട് ഒരു ദിവസം ശരാശരി 1,35,000 കുട്ടികൾ കൈത്തോക്കുമായിട്ടാണ് സ്കൂളുകളിൽ കടന്നു ചെല്ലുന്നത്. കൗമാരപ്രായത്തിലുള്ള പെൺകുട്ടികളിൽ ഏതാണ്ട് 1/10 ഓരോ വർഷവും ഗർഭിണികളായിത്തീരുന്നു എന്നതാണ് കണക്ക്. ഏതാണ്ട് 2,50,000 കൗമാരപ്രായക്കാരിൽ ലൈംഗിക രോഗങ്ങളുണ്ട് എന്നും സ്ഥിരീകരിക്കാനായിട്ട് ഇടയായി. 10 ലക്ഷത്തിലധികം പേർ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു. 60% വിവാഹവും വിവാഹമോചനത്തിൽ ചെന്ന് കലാശിക്കുകയാണ് ചെയ്യുന്നത്. 75% കുഞ്ഞുങ്ങളുടെയും മാതാപിതാക്കൾ ഒന്നുകിൽ ഒരാൾ വിവാഹമോചനം നേടുന്ന അവസ്ഥയാണ് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഒന്ന് ഓർത്തു നോക്കുക, ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ മാനസിക അവസ്ഥ എപ്രകാരമായിരിക്കും. അവിടെ അമേരിക്കയിൽ എല്ലാവർക്കും ഓവർ ടൈം ചെയ്താണെങ്കിലും പണം സമ്പാദിക്കണം, അതിനു വേണ്ടിയിട്ടുള്ളതാകുന്ന ഓട്ടവും അതേപോലെ കൂടുതൽ ജീവിത സുഖങ്ങൾക്കും ഉല്ലാസങ്ങൾക്കും വേണ്ടിയുള്ള ജീവിതവുമാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇതിന്റെ ഇടയിൽ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുവാനോ കുടുംബജീവിതം നേരെ കൊണ്ടുപോകുവാനോ ആർക്കും കഴിയുന്നില്ല. ഇതിന്റെ ഫലമായി വളരെ മാനസികാവസ്ഥ അനുഭവിക്കുന്ന കുഞ്ഞുങ്ങൾ, കുടുംബങ്ങൾ, അവരെയൊക്കെയാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, യഥാർത്ഥമായ ഒരു ഭക്തന്റെ കുടുംബം ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകുന്ന ഒരു ഭക്തന്റെ കുടുംബത്തിൽ അവന്റെ മക്കൾ, അവന്റെ ഭാര്യ, അവന്റെ അല്ലെങ്കിൽ ആ ഭവനത്തിലെ പിതാവ്, അവരെല്ലാം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ തന്നെ അവരുടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇതിനെല്ലാം കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യൻ ദൈവത്തിങ്കൽ നിന്ന് അകലപ്പെട്ടിട്ട് ദൈവഭയം നഷ്ടപ്പെട്ട് അവരുടെ ജീവിത ഉല്ലാസങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതായ ഒരു ജീവിതത്തിലേക്ക് അവർ തരം താഴ്ന്നു പോകുന്നു എന്നുള്ളതാണ്. അമേരിക്കയിലെ കണക്ക് പറഞ്ഞെന്നും കരുതി ഇന്ത്യയിലെ കണക്ക് ഒട്ടും പുറയിലല്ല. കേരളത്തിൽ പോലും എത്രയോ ദയനീയമായ അനുഭവങ്ങളാണ് ഓരോ കുടുംബത്തിലും നാം ദൈനംദിനം കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കലാലയങ്ങളിൽ നാം ആ റോഡുകളിൽ ഒന്ന് ഇറങ്ങി നടക്കുമ്പോൾ എത്രയോ മ്ലേച്ഛമായ നിലയിലാണ് പലരുടെയും ജീവിതം എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. മൃഗങ്ങൾക്ക് പോലും അത്രത്തോളം അല്ലെങ്കിൽ മൃഗങ്ങളെക്കാൾ മനുഷ്യൻ തരംതാണ് അധപ്പതിച്ച് ഉള്ളതായ ജീവിതമാണ്
ഇന്ന് പലയിടങ്ങളിലും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. കാരണം ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തിങ്കൽ നിന്ന് അകന്നു മാറി പാപത്തിന്റെ പടുകുഴിയിൽ നീന്തുന്ന അവസ്ഥയാണ് ഇന്ന് ലോകത്തിൽ എവിടെ നോക്കിയാലും നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതിന്റെ ഫലമായിട്ട് ലോകത്തിൽ സമാധാനമില്ല. ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ ഓരോ വർഷവും മഴ പെയ്യുന്നു. മുൻകാലങ്ങളിലും മഴ പെയ്തുകൊണ്ടിരുന്നതാണ്. എന്നാൽ 2 മഴ അടുപ്പിച്ച് പെയ്താൽ ഉടൻ ഉരുൾപൊട്ടുകയാണ്, ദേശങ്ങൾ നശിക്കുകയാണ്, പർവ്വതങ്ങൾ തകരുകയാണ്, കെട്ടിടങ്ങൾ താഴെ വീഴുകയാണ്, മരങ്ങൾ കടപുഴുകി അത് മൂടോടെ ഒഴുകി കിലോമീറ്ററുകൾ നിൽക്കുന്ന നിപ്പിൽ തന്നെ ഒഴുകുന്ന കാഴ്ചകൾ, കെട്ടിടങ്ങൾ ഒഴുകുന്ന കാഴ്ചകൾ ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ ആ യുദ്ധങ്ങൾ, ഭീകര സംഭവങ്ങൾ, ഈ ഭൂമിയുടെ അകൃത്യം അതിന്റെ മേൽ ഭാരമായിക്കൊണ്ടിരിക്കുന്നു എന്ന് ദൈവവചനം വളരെ വ്യക്തമായി പലപ്പോഴായി അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള സത്യങ്ങളാണ്. അതേ പ്രിയമുള്ളവരെ, മനുഷ്യനൊരു മടങ്ങിവരവ് ആവശ്യമാണ്. ദൈവം സൃഷ്ടിച്ച കുടുംബം അത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ സമാധാനവും സന്തോഷവും അനുഭവിച്ച് മുൻപോട്ട് പോകേണ്ടതാണ്. അതല്ല എങ്കിൽ ഒരു മടങ്ങിവരവ് ആവശ്യമുണ്ടെല്ലാവർക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവകരങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും ഒരു പവിത്രമായ അനുഭവത്തിലേക്ക് ആ ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആകാശമേ കേൾക്കാം, ഭൂമിയെ ചെവി തരിക. ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരെന്നോടു മത്സരിക്കുന്നു. തന്റെ ഉടയവനേ, കഴുത തന്റെ യജമാനന്റെ പുൽത്തൊട്ടി അറിയുന്നല്ലോ, എൻ ജനമറിയുന്നില്ല. ആകാശമേ കേൾക്കാം, ഭൂമിയെ ചെവി തരിക. ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരെന്നോടു മത്സരിക്കുന്നു. അകൃത്യഭാരം ചുമക്കും ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ മക്കൾ, വഷളായി നടക്കുന്നവർ ദൈവമാരെന്നറിയുന്നില്ല.